നമസ്കാരം. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമലംഘനങ്ങളിൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് നടപടി. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചതാണ് സഞ്ജുവിന് പണിയായത്. ഇന്ന് നമ്മൾ ഈ വിഷയമാണ് സംസാരിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളായി റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ PM ഷാജി, യൂട്യൂബ് ഷോർട്സ് കമ്മ്യൂണിറ്റി അംബാസിഡർ ട്രിവിയൻ ഫുഡി കാർത്തിക്, ഒപ്പം ഇൻഫ്ലുവൻസറായ യൂട്യൂബറായ ആദർശ് ഷേണായി. 3 പേർക്കും സ്വാഗതം. ഞാൻ ആദ്യം ഷാജി സാറിലേക്ക് പോകുന്നു. സാർ, നമ്മൾ ഇതുവരെ അങ്ങനെ വലുതായി കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കുന്നു, അതും ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു ഇൻഫ്ലുവൻസർ ലൈസൻസ് റദ്ദാക്കുന്നു എന്നുള്ളത്. എന്താണ് സാറിന് ഒരു ആമുഖമായി പറയാനുള്ളത്? ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇത്ര എൻ്റെ ഓർമ്മയില്ല. ഞാൻ 30 വർഷം ഡിപ്പാർട്ട്മെൻറ്റ് സർവീസിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടതായിട്ട് എൻ്റെ ഓർമ്മയില്ല. പിന്നെ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അത് മനഃപൂർവ്വമായിട്ട് ഒരാളെ ഇടിച്ചു കൊല്ലുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കോടതി അത് എടുക്കുന്നത്. ഇത് ലൈസൻസിങ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം നടപ്പാക്കുന്നത്. അപ്പോൾ അതിന് പിന്നിലുണ്ടായ കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇഷ്യൂ മാത്രമല്ല, ഇദ്ദേഹത്തിന് അനേകം വീഡിയോകളിൽ ഇതേപോലെ നിയമലംഘനങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയും അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്ന ഒരു പ്രകടനം കണ്ടുകൊണ്ടായിരിക്കണം അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആകത്തുക എന്നുള്ള നിലയിലാണ് ആജീവനാന്തം ഈ ലൈസൻസ് റദ്ദ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിരന്തരമുള്ള കാര്യങ്ങൾ കുറെ എടുത്തതിന് ശേഷമാണ് ഇത് ഈ ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, ഇയാളുടെ സഞ്ജുയുടെ പിൻകാലത്തുള്ള പല വീഡിയോകളും പരിശോധിച്ചിട്ട് അതിൽ ഇത്തരം നിയമരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ കണ്ടതുകൊണ്ട് അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ പല കേസുകളും ഉണ്ടെന്നാണ് അറിയുന്നത്. ഇതേപോലെ ക്യാമറയിൽ പിടിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പല കേസുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് വരുന്നത്. ഇത് ഈ നമ്മൾ യൂട്യൂബ് ആണെങ്കിലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളെല്ലാം സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മളതിന് എല്ലാവരും അംഗീകരിക്കുക. ഇത് വേറൊരു അർത്ഥത്തിലേക്ക് അവര് ചിന്തിക്കുമ്പോൾ അവർക്കൂടെ ഗുണം കിട്ടണമല്ലോ. അപ്പൊ ആളുകൾ കാണണം കൂടുതൽ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പൊ കാണുന്നത്. നമ്മളൊരു അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ട് കൂടുതൽ ആളുകളിൽ. റീച്ച് കൂടുതൽ കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. പക്ഷെ അത് ബാധിക്കുന്നത് ആ മേഖലയിൽ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ പ്രയോഗിക്കുന്ന ആളുകളുണ്ട്, ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർ എടുത്തിട്ട് സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ അവയർനെസ് കിട്ടുന്ന അനേകം കാര്യങ്ങൾ ചെയ്യുന്ന അനേക യുവജന അവരെ പോലും ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇത്. അതായത് അതിൻ്റെ ഒരു നിയന്ത്രണ രേഖ വിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലൊരു രാവിലെ ചൊല്ലുന്നൊരു പ്രതിജ്ഞയുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ റിപ്പബ്ലിക്കിനെയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രതിജ്ഞയാണത്. പക്ഷെ എത്ര പേർക്ക് അതിപ്പോഴും അതിൻ്റെ അന്തസാരം മനസ്സിലാക്കിയിട്ടെന്ന് അറിയില്ല. ആദ്യത്തെ 3 വരിക്ക് അപ്പുറത്തേക്ക് ആരും കാണാതെ പറയില്ല. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാള് ഏകദേശം ആ 10 വർഷം കൊണ്ട് 2000-ലധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരിക്കൽ പോലും അതിൻ്റെ ആ 3 വരിക്ക് അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വരിയിൽ പറയുന്ന ഒരു കാര്യം, അത് 3 കഴിഞ്ഞ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് പറഞ്ഞു? ഞാൻ ഈ പൗരൻ നിലയിൽ ഈ റിപ്പബ്ലിക്കിനെയും ഈ സംവിധാനങ്ങളെയും ഈ മൂല്യങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ പാരമ്പര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അധ്യാപകരെയും എൻ്റെ മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കുമെന്ന് പറയുന്നു. അടുത്ത വരിയിൽ പറയുന്നു, ഞാൻ ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുമെന്ന് പറയുന്നു. ഈ രാജ്യത്തിലെ ഓരോ ആളുകളുടെയും ക്ഷേമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ രാജ്യത്ത് ഒത്തിരിയധികം മാറ്റങ്ങളുണ്ടാവും. ഇത് ആദ്യത്തെ 3 വരിക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ അതിലെ മൂല്യം ഉൾക്കൊള്ളാതെയാണ് എല്ലാവരും ജീവിച്ചു പോരുന്നത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. വ്യക്തമാണ് സാർ. ഞാൻ സാറിലേക്ക് വരാം. കാർത്തിക് ഷോർട്സ് കമ്മ്യൂണിറ്റി അംബാസിഡർ കൂടിയാണ്. അപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ കൂടിയാണ് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ഒരാളെന്ന നിലയിൽ സാർ പറഞ്ഞതുപോലെ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, എന്ത് തോന്നുന്നു ഇപ്പോൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഉന്നമനത്തിന് സഹായിച്ചിട്ടുള്ള ഇന്ത്യയിലെ യൂട്യൂബ് ക്രിയേറ്റർ കമ്മ്യൂണിറ്റിയുടെ ഒരു അംബാസിഡർ എന്നുള്ള എനിക്ക് പറയാനുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ GDP ഗ്രോത്ത് റേറ്റിനെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് വ്ളോഗേഴ്സ് ആണ്.
ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നല്ല കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്നും വ്ളോഗേഴ്സ് ജനഹൃദയങ്ങളിലുള്ളത്. കണ്ടന്റും കോമാളിത്തരവും രണ്ടാണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്ളോഗർ അവർ എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിൽ പൊതുനിരത്തിൽ ഇറങ്ങിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സാഹസികത കാണിച്ചപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടക്കമുള്ള പല വ്ളോഗേഴ്സിനും അത് മാനക്കേട് തന്നെയാണ്. എന്നാൽ സാർ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റിൽ എനിക്ക് ഒരു ചെറിയ തിരുത്തുണ്ട്. കാരണം ഇദ്ദേഹം ആവർത്തിച്ച് ചെയ്തു എന്ന് പറയുന്ന നിയമലംഘനങ്ങൾ കണ്ണടച്ചത് കൊണ്ടല്ലേ അയാൾ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തത്. അയാൾ ചെയ്തൊരു ചെറിയ നിയമലംഘനം പോലും ഒരു സമയത്ത് കണ്ടിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു കുറ്റകൃത്യത്തിലോട്ട് അയാൾ എത്തുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള നിയമങ്ങളിലോട്ട് എത്തുന്നതിന് പകരം എന്താ പറയാ മുളയിലെ നുള്ളാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ഇത് അയാൾ ചെയ്തൊരു വലിയ തെറ്റ് കണ്ടപ്പോൾ അയാൾ മുമ്പ് ചെയ്തുള്ള ചെറിയ തെറ്റുകളെ തേടി പോയി എന്ന് പറയുന്ന ഒരു അനാസ്ഥ അതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നുണ്ടെങ്കിലും ഞാൻ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിയോട് പൂർണ്ണമായിട്ടും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഈ ഒരു വ്ളോഗേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ ആൾക്കാരും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ക്രിയയിൽ വളരെയധികം എന്താ പറയാ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഈവൻ ഇഫ് നമ്മളൊരു വണ്ടി ഓടിച്ചു പോവാണ്, റോഡിൽ ഒരു ചെക്കിംഗ് നടക്കുകയാണ്, നമ്മളെ വണ്ടി കൈ കാണിക്കുന്നു, പോലീസുകാർ നമ്മളെ വണ്ടി ഇപ്പം നിർത്തുന്നു, ചെക്ക് ചെയ്യുന്നു, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും. എന്നിരുന്നാലും വ്ളോഗർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഞാൻ വ്ളോഗർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയത്തിന്റെ പേരിൽ ഒരു ഓഫീസർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അതിന് ഉത്തരവാദി. ഒരു എന്താ പറയാ റീച്ച് എന്ന് പറഞ്ഞ സംഭവമല്ലേ, അതിപ്പോ മാധ്യമങ്ങൾക്കാണെങ്കിലും സോഷ്യൽ മീഡിയക്കാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുമെന്നുള്ളതാണ്. വരുമാനം എത്രത്തോളം കിട്ടുമെന്നുള്ളതിന് ഇപ്പം റിയൽ കണ്ടന്റിനേക്കാളും കൂടുതൽ കോമാളിത്തരത്തിന് ഒരു വലിയ സ്കോപ്പ് ഉണ്ട്. കുഞ്ഞു കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സിനിമകൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു വ്ളോഗർ ഇത്തരത്തിലുള്ള ഒരു കോപ്രായം അദ്ദേഹത്തിന്റെ കാറിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു കോപ്രായത്തെ ഈ പറയുന്ന പോലെ സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയി പറഞ്ഞു, ആവേശ സിനിമകളിൽ ഇൻസ്പയർ ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. സിനിമകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ന്യൂനതകൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇടപെട്ട് പറയാണ്, ഈ സഞ്ജു കണ്ടിരിക്കുന്ന സിനിമയും സഞ്ജു ആവർത്തിച്ചതെന്ന് പറയുന്ന ഈ ആവേശ സിനിമയാണെന്നാണ്. ഞാനും ആ സിനിമ കണ്ട ആളെന്ന നിലയിൽ ഈ അമ്പാൻ ലോറിക്കകത്ത് വെള്ളം നിറച്ചത് ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്. അവിടെ അമ്പാന്റെ ലോറിയിൽ നിന്ന് വെള്ളം ചോർന്നാലും ആർക്കും ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ സഞ്ജു ടെക്കി ചെയ്തത് പുറത്തേക്ക് ഇറങ്ങിയാണ്. അവിടുന്ന് പെട്ടെന്ന് ഒരു ലീക്ക് ഉണ്ടാവുകയോ ആ വെള്ളം മുഴുവൻ റോഡിലേക്ക് പോവുകയോ ചെയ്താൽ. സഞ്ജു ടെക്കി എന്ന് പറയുന്ന വ്യക്തി ഇത് ആദ്യമായിട്ടല്ല പൊതുനിരത്തില് ഈ പറഞ്ഞ പോലുള്ള സാഹസം കാണിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം റോഡിൽ റേസ് നടത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രമുഖ വ്ളോഗറുമായിട്ട് ചേർന്നിട്ട് റേസ് നടത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ എന്തുകൊണ്ട് അന്ന് ഇത്രയും ചർച്ച ചെയ്തില്ല? കാരണം ആ ഒരു കാലഘട്ടത്തിൽ സഞ്ജു ടെക്കിയുടെ വീഡിയോ ഇപ്പോൾ ഉള്ളതിനേക്കാളും റീച്ച് വളരെ കുറവായിരുന്നു. എന്താ പറയാ നിയമപാലകരുടെ ഇടയിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് ഇതിന്റെ എന്താ പറയാ തീവ്രത കൂടിയ സമയത്ത് അത് ചർച്ച ചെയ്യപ്പെടുകയും ഈ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ടാക്കി എന്ന് പറയുന്നുണ്ട് ആജീവന കാലം. ഞാൻ പറയും വളരെ നല്ല തീരുമാനം എന്ന് പറയും, കൈയടിക്കുന്നു. പക്ഷെ അതേസമയം ഏറ്റവും വലിയൊരു നാണക്കേട് കൂടിയുണ്ട്. ഇയാൾ ആദ്യം ചെയ്ത നിയമലംഘനത്തെ അന്ന് ചോദ്യം ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇയാള് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യുന്നുണ്ടോ? നാളെ ഇയാളുടെ കാറ് തീ കത്തിച്ചുകൊണ്ട് പോകുന്ന തരത്തിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ചെറിയ തെറ്റിൽ നിന്നാണല്ലോ വലിയ തെറ്റിലോട്ട് പോകുന്നത്. എന്റെ ഒരു ചോദ്യമാണ്. ശരി, മനസ്സിലായി. ഷാജി സാർ അതിനുള്ള ഉത്തരം ഷാജി സാറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ കാർത്തികിലേക്ക് വരാം. ആദർശ് ഷെണായി കൂടി ഉണ്ട് നമുക്കൊപ്പം. ആദർശ്, എന്ത് തോന്നുന്നു ആദർശിന്? സഞ്ജു ചെയ്ത കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഇത്രയും വലിയൊരു നടപടിയിലേക്ക് എത്തുന്നു, ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് എത്തുകയാണ്. എന്താണ് തോന്നുന്നത്? ശരിക്കും അത് നല്ലൊരു അഭിപ്രായം. കാരണം ഇങ്ങനെ ലൈസൻസ് റദ്ദാക്കേണ്ട ഒരാൾ തന്നെയാണ്. കാരണം ഇപ്പോൾ നേരത്തെ നമ്മുടെ കാർത്തികേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിനായിരുന്നാലും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനായിരുന്നാലും നല്ലൊരു നാണക്കേട് തന്നെയാണ്. ഇപ്പോൾ ഒരു റീച്ചിന് വേണ്ടി എന്ത് കോപ്രായം കാണിക്കാന്ന് പറയും. ഇപ്പം പുള്ളി ചെയ്തുകൊണ്ട് പോയി. ഇപ്പോൾ റോഡിൽ ഇത്രയും വലിയൊരു സംഭവം ചെയ്ത് ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ കാരണത്ത് പണിയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പ്രധാനമായിട്ട് ഇതിന് മുമ്പ് ഒരു വിദേശത്ത് ഏതോ ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു ആൾ ഇതുപോലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പുള്ളി കോപ്പി അടിച്ചതാണ്. പിന്നെ ഈ പറഞ്ഞ ആവേശം സിനിമ കണ്ടിട്ട് ചെയ്യാനാണെങ്കിൽ ആവേശം സിനിമയിൽ ഇത് മാത്രമല്ല ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം കോപ്പി അടിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം പ്രധാനമായിട്ട് പറയണം, പുള്ളി ഇത് ചെയ്തിട്ടുള്ളത് കാണുന്ന ഒരുപാട് ചെറിയ ചെറിയ പിള്ളേരുണ്ട്. ഈ പറഞ്ഞ 10-18 വയസ്സ് 17 വയസ്സുള്ള ഇവർക്കും സ്വന്തം വീട്ടിൽ കിടക്കുന്ന കാറിൽ ഇമാതിരി ഒരു പരിപാടികൾ ചെയ്യാം. അപ്പോൾ അത് പുള്ളി ചെയ്ത് എന്തൊക്കെ പറഞ്ഞാലും ലൈസൻസ് റദ്ദാക്കേണ്ട തന്നെയാണ്. എന്നാലും ഇപ്പോഴും വ്യക്തമാക്കാത്തൊരു കാര്യമുണ്ട്. ഈ ലൈസൻസ് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇനി ഈ കാര്യം ചെയ്യാതിരിക്കുമോ? നാളെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളിനെ അങ്ങ് അടിച്ചു കളയുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എടുത്ത തീരുമാനം നല്ല തന്നെയാണ്.
പക്ഷേ ഇത് ബേസ് ചെയ്ത് വരുമ്പോൾ ഈ ഒരുപാട് ഈ എന്തെങ്കിലും തിരക്കുകളും കാര്യമായിട്ട് പോണ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആയിരുന്നാലും ഇൻഫ്ലുവൻസേഴ്സ്, സിനിമയിലുള്ള ആൾക്കാർ, ഇവരൊക്കെ പോകുമ്പോൾ ഇവരെ വണ്ടി പിടിച്ച് നിർത്തി മുമ്പ് ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ ഇല്ലൊരു യൂട്യൂബ് ചെയ്യുന്ന ഇല്ലേ കണ്ടന്റ് ചെയ്യുന്ന ഒരു ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ആൾക്കാർക്ക്. ഇപ്പോൾ കാണാൻ നേരത്തെ ഞാൻ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് നാണക്കേട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആക്കി വെച്ചിരിക്കുകയാണ് ഈ സഞ്ജു ടെക്കി. അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ശരി, ഞാൻ ഷായ് സാറിലേക്ക് പോവാണ്. സാർ, നേരത്തെ കാർത്തിക് ചോദിച്ചൊരു ചോദ്യം, നേരത്തെയുള്ള തെറ്റുകൾ അത് അങ്ങനെ വിട്ടത് കൊണ്ടല്ലേ ഇത്രയും വലിയ തെറ്റ് ചെയ്യാൻ അയാൾക്ക് സാധിച്ചത്, മുളയിലേ നുള്ളണ്ടായിരുന്നോ എന്നൊരു ചോദ്യം വന്നിരുന്നു. ഇത് അതിനല്ല അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പലതിനും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും കൂടിയാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഈ കേസിൽ കുറച്ചും കൂടി കടുത്ത ശിക്ഷയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മുളയിലേ നുള്ളേണ്ടതാണ്. അപ്പോൾ ഇതിന് പ്രോത്സാഹനം എങ്ങനെ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായിട്ടും നോക്കി നിൽക്കില്ല. ഒരു തെറ്റായ ഒരു മെസ്സേജ് അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം അദ്ദേഹം ചെയ്തു, അത് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കും എന്നുള്ളൊരു ധാരണ എല്ലായ്പ്പോഴും. ഇപ്പോൾ കാർത്തിക് പറഞ്ഞ മാതിരി ഞങ്ങൾ വഴിയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരമുള്ള ആളുകളെ കാണുന്നത്, അപ്പം ഞങ്ങൾ അവരെ എടുത്ത് ചോദിക്കും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അതായത് ഈ റോഡ് നിയമങ്ങൾ പാലിക്കാൻ അല്ലെങ്കിൽ റോഡിലെ സംസ്കാരം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സഹായം ഇവരോട് സഹായം ചോദിച്ചിട്ടുണ്ട്. ഞാനടക്കം ചോദിച്ചിട്ടുണ്ട്, പലരോടും ചോദിച്ചിട്ട് നമ്മൾ, കാരണം അതിനെ ഒരു സോഷ്യൽ അവയർനെസ് ഉള്ള രീതിയിലേക്ക് ഉപയോഗിക്കപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്തോ അവരുടെ വീഡിയോ വഴി അവയർനെസ് കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ ഓൾറെഡി അവിടെ ഉള്ള സംവിധാനമുണ്ട്. അവർക്ക് നമ്മൾ സ്ക്രിപ്റ്റും മറ്റു കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരെ കേൾക്കാനും കാണാനും ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ആ വ്യൂവേഴ്സിന്റെ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ മെസ്സേജ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഉദ്ദേശം അവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവരൊക്കെ ആ രീതിയിൽ ഇവരെ പലരെയും പ്രോത്സാഹിപ്പിക്കുകയും ഇവരുടെ സഹായങ്ങൾ തേടുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് അത് നമ്മളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ അന്ന് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇന്ന് എല്ലാവരും യൂട്യൂബേഴ്സാണ്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ആകർഷണം കൊണ്ട് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ പലപ്പോഴും സബ്ജക്റ്റുകളില്ല. അപ്പോൾ സബ്ജക്റ്റുകൾ ആളുകൾക്ക് ശ്രദ്ധിക്കപ്പെടുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ ഈ നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന സബ്ജക്റ്റുകളിലേക്ക് ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇതെല്ലാം അദ്ദേഹം പെട്ടു എന്നുള്ളതാണ് ഏറ്റവും കാര്യം. അപ്പോൾ ഈ ലാസ്റ്റ് എപ്പിസോഡിൽ ഉണ്ടായ ഒരു കാര്യത്തിന് വെച്ചിട്ട് പിന്നോട്ടെല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടാണ് ഇദ്ദേഹത്തിനൊക്കെ ചെയ്യുന്നത്. ആദ്യം മുളയിലേ നുള്ളേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സംവിധാനം അനുസരിച്ച് ചില കാര്യങ്ങളിൽ നമുക്ക് അത്രയ്ക്ക് ഇൻവോൾവ്മെന്റ് ആവില്ല. ഇത് തുടർച്ചയായിട്ട് ഒരാൾ ചെയ്യുന്നു, മറ്റൊരാൾ ചെയ്യുന്നു, തുടർച്ചയായിട്ട് വരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ധാരണ ഒരു ശ്രദ്ധയിൽപ്പെടുകയും ഇത് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് നടപടികളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ശരി, ഷാജി സാറിനോട് ഒരു ചോദ്യം കൂടി. നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പം നമ്മൾ രണ്ട് യൂട്യൂബേഴ്സിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും സഞ്ജു ടെക്കിക്ക് ഈ ശിക്ഷ കിട്ടിയത് നല്ലത് അല്ലെങ്കിൽ ശരിക്കും അത് വേണ്ടതായിരുന്നു എന്ന് പറയുന്നവരാണുള്ളത്. പക്ഷേ മറുവശത്ത് കുറച്ച് ആളുകളുണ്ട്, സഞ്ജു ഇത്തരത്തിലൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി വന്നത്, ഇത് അത്യന്തം അങ്ങേ അറ്റമായി പോയി, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോട് എന്താണ് ഒരു മറുപടി? അതായത് വേറെ സാധാരണ നമ്മൾ KSRTC ബസ് എടുത്താലോ അല്ലെങ്കിൽ പോലീസ് വാഹനങ്ങളൊക്കെ എടുത്താലോ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട്, അതായത് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. ഒരു യൂട്യൂബർ ആയതുകൊണ്ട് സഞ്ജുവിന്റെ മേൽ കുതിര കയറേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നതല്ല, നമ്മുടെ ചർച്ചയിൽ അങ്ങനെ ഒരാൾ ഇല്ലാത്തത് കൊണ്ടുള്ള ചോദ്യം ഞാൻ ഉന്നയിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ ആളുകളും നമ്മുടെ ലോ ഓഫ് ലാൻഡ് ഈ ലാൻഡിലെ എല്ലാ ചട്ടങ്ങളും എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതിൽ വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ പലതരം പല ഇതിലും കാണിക്കും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതേപോലെ അധികാരപ്പെട്ടിരിക്കുന്ന ആളുകളും അവരുടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ആ മൂല്യത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ KSRTC ഡ്രൈവർമാരുടെ കാര്യം പറഞ്ഞു. അതിൽ 10,000-6,000 ഡ്രൈവർമാരുള്ളതിൽ വളരെ കുറച്ച് പേരാണ്. പക്ഷേ ഈ നമ്മുടെ സമൂഹത്തിലൊക്കെ ഇപ്പോൾ ഒരു പുതിയ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നല്ലതിനെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ ബസ്സിൽ നിന്ന് വീഴാൻ പോയ ഒരാളെ പിടിച്ച കണ്ടക്ടറെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രസവം പോയ ഒരു സ്ത്രീയെ കൊണ്ട് ഗർഭിണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച അങ്ങനെയുള്ള ഒത്തിരി സാമൂഹിക കാര്യങ്ങളുണ്ട്. അതും ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ശക്തിയിൽപ്പെട്ടത് തന്നെയാണ്. മാധ്യമങ്ങളിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ പണ്ടുണ്ടായിരുന്ന 1-2 ഇപ്പൊ എത്രയുണ്ട്.
അപ്പോൾ ഇവിടെ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ചില നെഗറ്റീവ് കാര്യങ്ങളിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നല്ലതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, നെഗറ്റീവിനെ ആ നെഗറ്റീവാണെന്ന് അറിയുന്ന രീതിയിൽ, അത് ഉദ്യോഗസ്ഥൻ ചെയ്താലും ശരി വ്യക്തികൾ ചെയ്താലും ശരി, അത് നിരുത്സാഹപ്പെടുത്തേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ശരി, കാർത്തിക് ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഞ്ജുവിനൊപ്പം നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ, കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കണ്ടേ, യൂട്യൂബേഴ്സ് ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ സഞ്ജുവിന്റെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഉയരുന്നുണ്ട്. എന്താണ് അത്? ചേച്ചി കേരളം കത്തിക്കുമെന്ന് പറയുന്ന ട്രെൻഡൊക്കെ പണ്ടാണ് ചേച്ചി, അതൊക്കെ പണ്ട്. ഈ സഞ്ജു ടെക്കിക്ക് ഭ്രാന്താണെന്ന് കരുതി ഞാൻ പറഞ്ഞുതരാം, യൂട്യൂബിൽ 100% സഞ്ജു ടെക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ളവർക്ക് ഭ്രാന്തായിരിക്കും. ഭ്രാന്താശുപത്രിക്കകത്ത് റൂമുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭ്രാന്തുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ അടച്ചിടണം. കാരണം പൊതുനിരത്തില് സാധാരണക്കാരന്റെ ജീവിതം വെച്ചിട്ടാണോ വ്ളോഗ് ചെയ്യേണ്ടത്, കളിക്കേണ്ടത്? എത്തരത്തിലുള്ള കാര്യങ്ങൾ, എത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തില്. IT സെല്ല് ആക്റ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സഞ്ജു ടെക്കി മുന്നേ ചെയ്തിരുന്നുള്ള പല ക്രൈമുകളും പുറത്തു കൊണ്ടുവന്ന് അവനെ മുളയിൽ നിന്നുള്ള പറ്റുന്ന ഒരു വലിയൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം നമ്മുടെ IT സെല്ലിന് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാസ്ഥ മാത്രമാണ്. നേരത്തെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് നോട്ടീസ് കൊടുത്തപ്പോൾ അവൻ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ അവൻ അപ്പോഴും പോയി അറസ്റ്റ് ചെയ്യണമായിരുന്നു. എന്തുകൊണ്ട് നമ്മുടെ നിയമത്തിന് സാധിച്ചില്ല? ഞാൻ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞ വിഷമമുണ്ട്. സഞ്ജു ടെക്കിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആരാധനയായിരിക്കും, ഭ്രാന്തമായുള്ള ആരാധനയായിരിക്കും. ഇപ്പോഴും പറയുന്നത് ഭ്രാന്താണ്. പക്ഷെ പൊതുനിരത്തില് ജനങ്ങളുടെ ജീവിതം വെച്ചിട്ട് വ്ളോഗ് ചെയ്ത് റീച്ച് ഉണ്ടാക്കി അതിൽ വരുമാനം കണ്ടെത്തി പിന്നെ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് ചെന്ന് കയറേണ്ട യാതൊരു റൈറ്റ്സും ഒരു ഇന്ത്യക്കാരനുള്ള സഞ്ജു ടെക്കിക്ക് ഇല്ല. അത് മനസ്സിലാക്കണം. ഇത് വികാരപരിതമായിട്ട് പറയുന്ന വേറൊന്നും കൊണ്ടല്ല. ആസ് എ യൂട്യൂബർ ഒറ്റയെടുത്താൻ കാരണം നാണം കെട്ട ആൾക്കാരിൽ ഒരാൾ ഞാനും കൂടിയാണ്. കാരണം എന്നെയും വ്ളോഗർ എന്നുള്ള രീതിയിലാണ് സമൂഹം അറിയപ്പെടുന്നത്. നാളെ എനിക്കൊരു കാറുണ്ട്, എന്റെ വണ്ടി ഇനി അവസാനം ഒരു എന്താ പറയാ ഒരു 10 ഇത് സ്പീഡ് കൂടി ഞാൻ ഓട്ടിച്ച് കഴിഞ്ഞാൽ ഞാനും ക്രിമിനൽ കാർത്തിക്കിന്? എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു കാറുണ്ട്. എന്റെ കാർ എന്റെ നാട്ടിലോട്ട് ഒരു സാമൂഹിക വിരുദ്ധം തല്ലി തകർത്തു. പിന്നെ ഞാനത് ശരിയാക്കി എടുത്തു. എന്റെ കാർ തല്ലി തകർത്തപ്പോൾ ഇപ്പോഴും സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. എനിക്ക് അതിൽ നിന്ന് യാതൊരു വിഷമവുമില്ല. പക്ഷെ ഞാൻ എന്റെ വണ്ടി കൊണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ എന്റെ വണ്ടി കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ എന്റെ വണ്ടി നമ്പർ ഇതിൽ പറയാം. അല്ല പറ്റി എന്തെങ്കിലും കാര്യവും മദ്യപാനം ഒരു നല്ല കാര്യമല്ലല്ലോ ചേച്ചി. മദ്യപിക്കാൻ കാശ് വെച്ച് കൊടുത്തില്ല. അതിന്റെ ദേഷ്യത്തിൽ എന്റെ കാർ അടിച്ചു യൂട്യൂബർ ആണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ അല്ലേ? യൂട്യൂബർ എന്റെ നാട്ടുകാരനാ. യൂട്യൂബറാണ്, ഒരുപാട് വരുമാനം ഉണ്ടെന്നുള്ള രീതിയിൽ ചോദിച്ചു. അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു രീതികളാണ്. ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചാല്, ഇപ്പം സഞ്ജു ടെക്കിയെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ അത് യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയുന്നത് വെച്ചാൽ പ്രാന്താശുപത്രിയിൽ ഒരുപാട് റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാരും അവിടെ അക്കോമഡേറ്റ് ചെയ്യാം, ജയിലല്ല. ഒരൊറ്റ കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ, ഇവ നാളെ വണ്ടിയുടെ 4 ടയറിലും തീ കത്തിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കും? ചോദിക്കുകയാണ്. ശരി മനസ്സിലാകുന്നുണ്ട്, താങ്കളുടെ വികാരം മനസ്സിലാകുന്നുണ്ട്, ചോദ്യവും മനസ്സിലാകുന്നുണ്ട്. അതെ, ഞാൻ വരാം, സമയമുണ്ട് നമുക്ക് ഇനിയും. ആദർശ് എന്തോ പറയാനായിട്ട് ഇങ്ങനെ. അല്ല, ശരിക്കും എനിക്കിത് കേട്ടിട്ട് ഈ ട്രിവ്യം പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ കറക്റ്റാണ്, കുറച്ച് കാര്യങ്ങളല്ല, ഏകദേശം കാര്യങ്ങൾ കറക്റ്റാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള സാറിനോട്, ഇപ്പം ഓക്കെയാണ്, ശരിയാണ്, ഈ പറഞ്ഞ പോലെ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം ഇത് റദ്ദാക്കിയതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ റദ്ദാക്കുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, ഇപ്പം മോട്ടോർ വാഹന വകുപ്പ്, ഞാൻ ബഹുമാനത്തോടെ തന്നെ ചോദിക്കുകയാണ്. കാരണം ഇത് എന്നെ മാത്രമല്ല, ഇപ്പം ഞാൻ ഇന്റർവ്യൂവിന് ഇങ്ങനെ പോകുന്ന എന്റെ ചേട്ടൻ എന്നോട് ചോദിക്കാൻ പറഞ്ഞ 1-2 ചോദ്യങ്ങളുണ്ട്. അത് വേറൊന്നുമല്ല, ഈ മോട്ടോർ വാഹന വകുപ്പുകൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, അയാൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ളതാണല്ലോ ഗവൺമെന്റിലെ ബാക്കിയുള്ള വണ്ടികളൊക്കെ, ഈ പറയുന്ന പോലീസ് ജീപ്പുകളായിരുന്നാലും കാര്യങ്ങളായിരുന്നു. ഞാൻ 1-2 ആൾക്കാരെ മാത്രം ചൂസ് ചെയ്ത് പറയണേ, എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഇപ്പം കൂടുതലും ഈ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ KSRTC ബസ് പോകുന്നതന്നെ നമ്മുടെ ലാലേട്ടൻ ചരിഞ്ഞു പോകുന്നതാണ് ഓരോ KSRTC ബസ് പോകുന്നത്. ഒരു ലിമിറ്റ് ഉണ്ടോ? ഒരു ബസ്സിനകത്ത് ഇത്രയും ആൾക്കാരെ ഇടിച്ച് കയറ്റാം എന്നൊരു നിയമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ബസ്സുകൾ ഒരുപാട് ആൾക്കാരെ തിങ്ങി നിറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ എൻ്റെ ചോദ്യം അത്. 2, കഴിഞ്ഞ ദിവസം ഒരു സിഗ്നലിൽ നിന്നപ്പം, ഏത് സ്റ്റേഷൻ പരിധിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കത് പുറത്ത് പറയാൻ താല്പര്യമില്ല. അത് ഞാൻ പറയാം, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു പോലീസ് ജീപ്പ്, അതിൽ 2 പോലീസുകാരും, ഫ്രണ്ടിൽ ഒരു വണ്ടി ഓടിക്കുന്ന പോലീസ് സാറായിരുന്നാലും ശരി, അതിൻ്റെ അപ്പുറത്തിരുന്ന ആളായിരുന്നു, ഇവർ 2 ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ തുടങ്ങി, ഇവർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, നമുക്കൊരു ഫോട്ടോ എടുത്താലോ? അതിൻ്റെ കൂടെയുള്ള ആൾ ചോദിച്ചാണ്, എടുത്തിട്ട് നമ്മൾ ആരായിരിക്കും? അവർക്കാണെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് അയക്കാനും വേണ്ടിയിട്ട് MVDയുടെ ഒരു സൈറ്റ് ഉണ്ട്, നമ്മൾ ഏതിലയക്കണം? അങ്ങനെയുള്ള 1-2 ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബമ്പർ പ്ലേറ്റിൽ, അതായത് ഒരു ബമ്പർ വരും, കാറിൻ്റെ ഒരു ഫ്രണ്ടിൽ ഒരു ബമ്പർ ഉണ്ട്. നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഒരു പ്ലേറ്റിനകത്ത് അടിച്ചടിക്കുന്നതാണ്. പക്ഷേ ഇതിൽ നമ്പർ പ്ലേറ്റ് ഇല്ല.
ഇവർ ഈ ബമ്പറിൽ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3-4 ചോദ്യങ്ങളുണ്ട്. അപ്പം ഇവർക്ക് പ്രത്യേക നിയമം, നമുക്ക് പ്രത്യേക നിയമമാണെന്ന് എനിക്കറിയാം. മൂന്നാമത്തെ എൻ്റെ ചോദ്യം, മൊത്തം 3 ചോദ്യം ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്, എന്നാലും 3 ഞാൻ ഒതുക്കുന്നു. പിന്നുള്ളത് ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്ത്, അതായത് മോഡിഫിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ സൈലൻസർ ആയിരുന്നാലും ഹാൻഡിൽ ബാർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, സ്റ്റിക്കർ അങ്ങനെയുള്ള, ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമുള്ള നിയമമാണ്, പക്ഷേ പുറത്ത് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ചോദ്യം ഉന്നയിക്കുന്നത് GST എന്ന് പറഞ്ഞൊരു സാധനം ഈ നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനത്തിന് ബില്ലിൽ വരുന്നുണ്ട്. GST അടച്ചിട്ടാണ് നമ്മൾ തീർക്കുന്നത്. ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ വണ്ടിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പം ഏകദേശം 5000 രൂപ അടുപ്പിച്ച് പെറ്റി വരുന്നുണ്ട് മോഡിഫൈ ചെയ്ത സാധനങ്ങൾക്ക്. അപ്പോഴും ചോദ്യം, GST അടിച്ച് തരുന്ന ഈ സാധനം നമ്മൾ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് ട്രാക്കിൽ ഇറക്കാന്ന് പറയുന്നുണ്ട്. കൂടുതലും ബുള്ളറ്റിൽ മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്. ബുള്ളറ്റ് ഏത് ട്രാക്കിൽ ഇറക്കി നമ്മൾ വണ്ടി ഓടിക്കണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. 2, ഇങ്ങനെ GST അടിച്ച് ഈ തരുന്ന സാധനങ്ങൾ വരുമ്പോൾ നമ്മളത് പുറത്തിറക്കുമ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ തമാശയ്ക്ക് ഓരോ ആൾക്കാർ പറയുമ്പോൾ ഈ പടക്കം വാങ്ങിച്ച് പൊട്ടിക്കാം, പക്ഷേ പുറത്ത് ശബ്ദം കേൾക്കാൻ പാടില്ല എന്ന് പറയുന്ന തോക്ക് തരാം, പക്ഷേ വെടിവെക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ പടക്കം വാങ്ങിച്ച് പൊട്ടിക്കാം, പക്ഷേ സൈലന്റ് ഇട്ട് ഇപ്പം പടക്കം AI ജനറേറ്റ് ചെയ്ത പടക്കം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഈ ഒരു 2-3 ചോദ്യങ്ങളുണ്ട്. അതിനൊരു ക്ലിയർ ആയിട്ട് ഉത്തരം സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? സാറിലേക്ക് ഞാൻ വരാം. ചെറിയൊരു ഇടവേളയുടെ സമയമുണ്ട്, നമുക്ക് അതിനുശേഷം സാറിന്റെ മറുപടി കേൾക്കാം. യൂട്യൂബറായ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാജി സാർ, നേരത്തെ ആദർശ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി താങ്കളുടെ പക്കലുണ്ടോ? ഇല്ല, നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒറ്റ നിയമമുള്ളൂ. അത് പാലിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ഉത്തരവാദിത്തപ്പെട്ടാണ്. അത് പോലീസാണെങ്കിലും ശരി, സാധാരണ സിവിലിയനാണെങ്കിലും ശരി, എല്ലാവർക്കും ഒരേ നിയമമുള്ളൂ. പിന്നെ ഉള്ളത് സിസ്റ്റത്തിൽ കുറച്ച് അപാകതകളുണ്ടാവും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. കാരണം അത്രയ്ക്ക് വികസിച്ച് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ഇതിൻ്റെ ചട്ടക്കൂട്ടിലല്ല നമ്മുടെ രാജ്യങ്ങൾ. ഇവിടെ പല കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ആ കാര്യങ്ങളുടെ ഒരു ആവശ്യത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചാണ് പല കാര്യങ്ങളും. ഇപ്പോൾ ഒരു വാഹനം എന്ന് പറയുന്ന സാധനം യാത്ര ചെയ്യാനായിട്ട്, അത് പോലീസിന് കൊടുത്തിരിക്കുന്ന വാഹനം ആ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങൾ പാലിക്കാനായിട്ട് ആ സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഈ വാഹനങ്ങളെല്ലാം കൊടുക്കുമ്പോൾ ഇതേപോലെ എല്ലാ കാര്യങ്ങളും നിയമത്തിൻ്റെ എല്ലാ പരിധികളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സംരക്ഷണവും മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളാണ്. അവിടെ വരുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ വ്യത്യാസം വരും. പിന്നെ നിയമം പാലിക്കുക. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നില്ല അവന്, ആ സീറ്റ് ബെൽറ്റ് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നുള്ളത് ഒരു നിയമപാലകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃക ആയിട്ട് ഇരിക്കേണ്ടവരാണ് എന്നുള്ളത്. ആ തോന്നലില്ലാത്ത പലതരത്തിലുള്ള, ഇപ്പോൾ 5 വിരൽ 5 തരത്തിൽ എന്ന് പറഞ്ഞാൽ ആ സൈസ് ഉണ്ട്. പോലീസുകാരനോട് MVD ഉദ്യോഗസ്ഥന് പറയാൻ പറ്റുമോ സീറ്റ് ബെൽറ്റ് ഇടണം സാറിന്? തീർച്ചയായിട്ടും പറയാം. ഇദ്ദേഹം പറഞ്ഞ മാതിരി ആ വീഡിയോ അത് ആ പടം എടുത്ത് ഡിപ്പാർട്ട്മെന്റിൽ അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പോവും. കാരണം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യമായിട്ട് ക്യാമറകൾ ഫിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലാണ് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തത്. അവിടെ ഇത്തരം ക്യാമറകൾ കുടുങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥരും, പോലീസ് മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ, നോട്ടീസ് ചെന്നപ്പോൾ അവര് ആദ്യമൊക്കെ ആരെങ്കിലും വിളിച്ച് അവരുടെ ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് എല്ലാവരും, കാരണം അതിന്റെ സംവിധാനം എങ്ങനെയായിരുന്നു, അതിൽ ഒന്നും മാറ്റിയിടാനോ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യാനോ ആർക്കും സാധ്യമല്ലാത്ത രീതിയാണ്. പലരും വന്ന് രഹസ്യമായിട്ട് വന്നിട്ട് സാറേ ഇത് പുറത്ത് പബ്ലിസിറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പൈസ അടച്ചിട്ട് പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ കാരണം അതൊന്നും അവർ മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചു പോകുന്നതാണിത്. അപ്പോൾ അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരായിരിക്കും, പോലീസിലായിരിക്കും. പെട്ടെന്ന് അർജന്റായിട്ട് കയറുമ്പോൾ ചിലപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാനില്ല, ചിലപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ നടത്തേണ്ട സ്ഥലത്ത് പെട്ടെന്ന് ഇറങ്ങിപ്പോകാനായിട്ടുള്ള കാലതാമസം ഉണ്ടാവും. അതൊക്കെ അതിന്റെ സാഹചര്യങ്ങളനുസരിച്ചാണ്. പിന്നെ സാധാരണക്കാരൻ പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. നമുക്കിപ്പോ ഒരു അർജന്റ് ആയിട്ട് നമ്മൾ ഒരാളെ കൊണ്ട് ആശുപത്രി പോവാണെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരിടത്ത് എത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നതൊക്കെ നമ്മളൊരു സാധാരണക്കാരനൊരു സിവിലിയൻ പറഞ്ഞാൽ കേൾക്കുമോ അവർ? അതാ പറഞ്ഞത്, അത് സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അവർക്ക് ടാർഗറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ അവർ ചില കാര്യങ്ങളിൽ നമ്മൾ ആ ആനുകൂല്യം തരാതിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ ഒരു വിശ്വാസം തോന്നണം. ആ വിശ്വാസം ഇല്ലായ്മ വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ പറയുന്നതിൽ അവർക്ക്
ജെനുവിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ആനുകൂല്യം അവർ ആരായാലും തന്നിരിക്കും. പിന്നെ ഒരു സാധാരണക്കാരന് പരാതി കൊടുക്കാനുള്ള ഇതുണ്ടല്ലേ? ആർക്കും കൊടുക്കാം, MVDയിലേക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അതിൽ സംവിധാനമുണ്ട്, അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്, നടപടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ ഇത് പലർക്കും അറിഞ്ഞൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞൂടെ? മനസ്സിലാകാത്തവർക്ക് അത് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യുക. രണ്ട് ഷാജി സാറിനോട് ചോദ്യം, ഈ നമ്മുടെ സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ അപ്പീൽ പോകാവുന്ന കേസ് തന്നെയാണ് അല്ലേ ഇത്? തീർച്ചയായും അപ്പീൽ പോകാം. കാരണം ലൈസൻസ് അതോറിറ്റിയുടെ മുകളിൽ ഹൈക്കോടതിയിൽ അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. അപ്പലേറ്റ് അതോറിറ്റിയിൽ കൊടുക്കാം, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൊടുക്കാം. കാരണം അതിന്റെ അടുത്ത അതോറിറ്റി ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിവ്യൂ ചെയ്യാം. അതും കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ വരെ പോവാം. അപ്പൊ സഞ്ജുവിന് വണ്ടി ഇന്ത്യയിൽ തന്നെ ഓടിക്കാം ഇനി വേണമെങ്കിൽ. തീർച്ചയായും അതിന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ട്, നോട്ടീസ് അയച്ച് അദ്ദേഹത്തിന് പറയാനുള്ളതൊന്നും കേട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. കാർത്തിക്, ഈ നമ്മള് മീഡിയാസ് ഈ സഞ്ജുവിന്റെ അന്നത്തെ ഈ മെഡിക്കൽ കോളേജിൽ ഉള്ള ശിക്ഷ, 15 ദിവസം അവിടെ സേവനം ചെയ്യണമെന്ന് പറഞ്ഞുള്ള ശിക്ഷ, ഒപ്പം അവിടെ ഒപ്പിടാൻ പോയതൊക്കെ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ ഇതൊക്കെ തന്നെയും കണ്ടന്റ് ആക്കുകയാണ് സഞ്ജു. അത് ആഘോഷമാക്കാണ്. ഞാൻ പറയട്ടെ, അവന് വിഷമം വന്നാലും സന്തോഷം വന്നാലും എൻഡ് ഓഫ് ദി ഡേ അത് കണ്ടന്റ് ആണ്, റീച്ച് ആണ്, പൈസയാണ്. അത് മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലുള്ളത്. അവൻ കരഞ്ഞാലും അവന്റെ വണ്ടി അല്ലെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്തു, വണ്ടിയുടെ ആർസി കട്ട് ചെയ്തു, അത് അവന് കണ്ടന്റ് ആണ്, അവന് പൈസയാണ്. എന്തായാലും അവന് പൈസയാണ്. അതാണ് യൂട്യൂബ്. മനസ്സിലായോ? യൂട്യൂബിന്റെ ഒരു നല്ല സാധ്യതയെ മാറ്റി വെച്ചുകൊണ്ട് യൂട്യൂബിലൂടെ എങ്ങനെ മോശം രീതിയിൽ കാശുണ്ടാക്കാന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച ഒരു മലയാളി, അതാണ് സഞ്ജു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പം അവന്റെ ലൈസൻസ് റദ്ദ് ചെയ്തു അല്ലെങ്കിൽ ആജീവനാന്തം ഇത് ചെയ്തു, അവൻ അപ്പീൽ പോയി അവനത് കിട്ടും, അത് ആഘോഷിക്കും കേരളം. അതാണ് നമ്മുടെ നാട്. മനസ്സിലായ? പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടില്ലയോ ആ സംഭവം? അത് കറക്റ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതെ കേരള ഭ്രാന്താലയം എന്നല്ല, കേരളത്തില് കുറെ ഭ്രാന്താലയങ്ങളുടെ ആവശ്യമുണ്ട്. അതാണ് യഥാർത്ഥ കാര്യം. മനസ്സിലായോ? വേറൊന്നുമല്ല, ഞാൻ നേരത്തെ ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്. ഇവൻ നാളെ ലൈസൻസ് കിട്ടിയിട്ട് അവൻ എന്താ പറയാ, ഇവൻ കാറിന്റെ 4 ടയറിലും മണ്ണെണ്ണ ഒഴിച്ചു തീ കത്തിച്ചിട്ട് റോഡിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ താങ്കൾക്ക് ഒട്ടും യോജിപ്പില്ല ഈ കാര്യത്തിനോട് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. ഒരിക്കലും ഇല്ല. കാരണം പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ പൈസ ജനറേറ്റ് ചെയ്യുന്ന ആളാണ്. നേരത്തെ സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ക്യാമറയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പൊ ആർക്ക് യൂട്യൂബർ ആവാന്നുള്ളത്. ഞാൻ കാര്യം പറയട്ടെ, ഞാനൊരു BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എനിക്ക് തൊഴിൽ കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയ സിറ്റുവേഷൻ ഉണ്ട്. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ഒരു സാധ്യത എനിക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. സഞ്ജു ടെക്കി നല്ല വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു ക്രിയേറ്റർ ആണ്. അവന്റെ ലൈഫ് ടൈമിൽ ഫുള്ള് ഈ പറയുന്ന പോലെ മോശം വീഡിയോ ചെയ്ത ആളാണെന്ന് ഞാൻ പറയുന്നത്. അവൻ നല്ല വീഡിയോസ് വ്യക്തമാണ്. കാർത്തിക്, എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞത് പ്രേക്ഷകരിലേക്ക് എത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. 3 അതിഥികൾക്ക് നന്ദി. ഇതൊരു അരമണിക്കൂർ ചർച്ചയാക്കേണ്ട കാര്യമേ അല്ല. ഇത് കൂടുതൽ സമയം നമുക്ക് സംസാരിക്കേണ്ട വിഷയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ചകൾ സംഘടിപ്പിക്കാം. എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.